നമസ്കാരം, ജനീഷാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളൊഴുക്ക് എന്ന പുതിയ മലയാള സിനിമയെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, അത് ഒരു രണ്ടാഴ്ചയോളമായി നാട്ടിൽ ഇറങ്ങിയിട്ട്, പക്ഷേ 27-ാം തീയതി മാത്രമാണ് ദുബായിൽ റിലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ നല്ല റിവ്യൂസ്, നല്ല അഭിപ്രായങ്ങളും കണ്ടിരുന്നു. അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും, പിന്നെ നമ്മുടെ ക്രിസ്റ്റോ ടോമിയായിട്ടുള്ള ഇൻ്റർവ്യൂസും എല്ലാം കണ്ട് എനിക്കത് കാണണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. സാധാരണ എനിക്കങ്ങനെ ഇമോഷണൽ സിനിമകളോടൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിലും ഇതൊന്ന് കാണണം എന്നുള്ള, നമ്മുടെ ആടുജീവിതത്തിൻ്റെ പോലെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഇത് കാണാൻ പോയത്. പടം വളരെ വളരെ മനോഹരമായ ഒരു സിനിമ. അതൊരു പടം എന്ന് പറയാൻ പറ്റില്ല, അത്ര നല്ലൊരു സിനിമ തന്നെയാണ് ക്രിസ്റ്റോ ടോമി നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ ഒഴുകിപ്പോകുന്ന, നമ്മുടെ ഒഴുക്കി തന്നെയാണ് ആ സിനിമ പോകുന്നത്. എന്തായാലും ഉർവശി ചേച്ചിയുടെ അഭിനയം, അതുപോലെ പാർവതിയുടെ അഭിനയം, വളരെ നല്ല അഭിനയം തന്നെയാണ് രണ്ടുപേരും കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റോ ടോമി, ഞാൻ ഈ പേര് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ, ഞാനിപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരാളെ ശ്രദ്ധിച്ചത്. ഞാൻ ആദ്യം ഉർവശിയും പാർവതിയുടെ ഈ സിനിമ അത്ര വലിയൊരു ശ്രദ്ധ കൊടുക്കാതിരുന്ന സിനിമയായിരുന്നു. പക്ഷേ പിന്നീട് ഈ ഡയറക്ടറുടെ സംസാരവും കാര്യങ്ങളും കേട്ടപ്പോഴാണ് ഇതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇയാൾ നമ്മുടെ കറി ആൻഡ് സൈനയുടെയൊക്കെ സംവിധാനം ചെയ്ത വ്യക്തിയാണ്. നമ്മളത് വളരെ ആവേശപൂർവ്വം കണ്ടിരുന്നെങ്കിലും നമ്മൾ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹം നമ്മുടെ കൊൽക്കത്ത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. അത് കഴിഞ്ഞ് US പോയിട്ട് ഒരു കോഴ്സൊക്കെ ചെയ്തിട്ട് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ക്രിസ്റ്റോ ടോമി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ സംസാരവും, അല്ലെങ്കിൽ ആ ഒരു സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം ഏത് ലെവലിലുള്ള രീതിയിലാണ് സിനിമയെ കാണുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം ഇനി സിനിമയെ ചെയ്യാൻ പോകുന്നത്. ശരിക്കും മലയാളത്തിനൊരു അനുഗ്രഹം തന്നെയാണ് ക്രിസ്റ്റോ ടോമി എന്നുള്ളൊരു പുതിയ ഡയറക്ടർ. ഞാൻ മുമ്പ് 2 കൊല്ലം 3 കൊല്ലം മുമ്പ് നമ്മൾ തമിഴ് സിനിമകൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പുതിയ ഡയറക്ടേഴ്സൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ഒരു പറ്റം ആൾക്കാരില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ആ ഒരു കുറവ് ശരിക്കും പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ ഇറങ്ങുന്ന മലയാള സിനിമകളുടെ ഒരു ഇതൊക്കെ വെച്ച് ഒരുപാട് വെറൈറ്റി ആയ സിനിമകളും, അല്ലെങ്കിൽ വിജയിക്കുന്ന സിനിമകളും പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ സിനിമ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്ക് സുഷിൻ ശ്യാമിൻ്റെ സംഗീതവും ഈ സിനിമയ്ക്കൊരു വലിയ ഘടകം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വലിയ പ്രാധാന്യം അതിനും കിട്ടി. സുഷിൻ ശ്യാമും ശരിക്ക് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, അല്ലെങ്കിൽ വലിയ എന്താ പറയുക, ഒരു അടിച്ചുപൊളി രീതിയിൽ സിനിമകൾ ചെയ്യുന്ന വ്യക്തിയായിട്ട് കൂടി അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയായി വന്നു. അതിന് യോജിച്ച രീതിയിലുള്ള മ്യൂസിക് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതും ഈ സിനിമയുടെ വിജയത്തിന്, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഭംഗിക്ക് ഒരു വലിയ ഘടകം തന്നെയായി. അതുപോലെ തന്നെ ക്യാമറ വർക്ക് പ്രത്യേകം പറയേണ്ടതില്ല, വളരെ മനോഹരമായ ക്യാമറയായിരുന്നു. കുട്ടനാടിൻ്റെ ജീവിതം, അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ ആ പശ്ചാത്തലം, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും കൂടി ഈ സിനിമ കൈകാര്യം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങൾ, മഴ പെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതും കൂടി സിനിമ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ക്രിസ്റ്റോ ഒരു ആലപ്പുഴ സ്വദേശി കൂടിയാണ്, കുട്ടനാട് സ്വദേശി കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി അദ്ദേഹത്തിൻ്റെ ആ സിനിമയിൽ ഉണ്ടായി. അതൊക്കെ വളരെ മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ആ സെമിത്തേരിയിലെ രംഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതൊക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അതുപോലെ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് അവർ ആ വഞ്ചിയിൽ കയറി പോകുന്നതും ഒക്കെ വളരെ മനോഹരമായിട്ട് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ അഭിനയത്തെ പറ്റി പിന്നെ പറയേണ്ടതില്ല. ഉർവശി ചേച്ചി ശരിക്ക് അത് തന്നെ പറയണ്ട. ഉർവശി അഭിനയിക്കുന്ന കാര്യത്തിൽ പുള്ളി ജീവിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ, അല്ലാതെ അഭിനയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ പാർവതിയോട് നമുക്ക് വ്യക്തിപരമായ, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അവരോട് വലിയൊരു ഇതൊന്നും അല്ലെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ പാർവതിയും വളരെ മികച്ച അഭിനയം തന്നെയാണ് പാർവതിയും സിനിമയ്ക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ സിനിമയിലെ ഓരോ അംഗങ്ങളും, ഇപ്പോൾ തോമസ് കുട്ടിയായിട്ട് അഭിനയിച്ച കഥാപാത്രമായാലും ഒക്കെ പുള്ളിക്കൊന്നും വലിയ പ്രാധാന്യം പക്ഷേ ഈ പ്രൊമോഷൻ്റെ സമയത്തൊന്നും കൊടുത്തില്ല. അതിലെനിക്ക് ചെറിയ ഒരു അതൃപ്തിയുണ്ട്. കാരണം പുള്ളി അല്ലെങ്കിൽ ആൺ കഥാപാത്രങ്ങളെ ഇതിൽ പ്രൊമോഷനൊന്നും വേണ്ട രീതിയിൽ കണ്ടില്ല. ഇതൊരു സ്ത്രീപക്ഷ സിനിമ ആയിട്ടൊന്നും അവതരിപ്പിച്ച സിനിമയല്ല. പക്ഷേ എന്തിനാണ് പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടായതെന്ന് അറിയില്ല. അത് ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ക്രിസ്റ്റോ ടോമിയുടെ ഈ കഥ വളരെ വളരെ മികച്ച കഥ. ഈ കഥയ്ക്ക് തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു അമീർ ഖാൻ അടങ്ങുന്ന ഒരു ജൂറി ഇതിന് അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് 2019 ഉള്ളൊഴുക്കിൻ്റെ തിരക്കഥയ്ക്ക്, സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കഥയാണത്. ആ ഒരു കഥ ശരിക്കും നമ്മുടെ മനുഷ്യന്മാർക്കിടയിലുണ്ടാകുന്ന, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ വളരെ നിഗൂഢമാണ്. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരാളെ നന്നായി അറിയാം, ചിലപ്പോൾ വളരെ അടുത്ത് അറിയാവുന്ന ഒരാൾ, വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വേറെ പല കാര്യങ്ങളും നമ്മളോട് പറയാത്തതോ, അല്ലെങ്കിൽ ഈ ലോകത്തോട് തന്നെ പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും.
അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളല്ല. ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഈ സിനിമയിൽ അറിയാം വേറൊരു പുറത്തൊരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ ഇഷ്ടമല്ലാത്ത രീതിയിൽ കല്യാണം കഴിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവൾ എത്തിപ്പെടുന്ന സാഹചര്യം, അപ്പോൾ അതൊക്കെ പാർവതി വളരെ നിസ്സാരമായിട്ട് അഭിനയിച്ച് പോയിട്ടുണ്ട്. അത് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആ പാർവതി ചെയ്യുന്ന ആ ക്യാരക്ടർ അത് ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് കണ്ട് ഇവളെന്താവും ഇനി എന്ന് മനസ്സിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും അതിന് വരുന്ന മാറ്റങ്ങൾ, ആ കഥയിൽ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങൾ, അതുതന്നെയാണ് ആ സിനിമ ശരിക്കും ഉള്ളൊഴുക്കായി മാറുന്നത്. അത് ക്രിസ്റ്റോഫർ ടോമിനെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഉർവശി ആ കാര്യങ്ങൾ അറിയുമ്പോൾ എന്താവും എന്നുള്ള പ്രേക്ഷകൻ്റെ ചിന്ത, അങ്ങനെ നമ്മുടെ മനസ്സ് ഒലച്ച് തന്നെയാണ് സിനിമ മുന്നോട്ട് പോയത്. അതുപോലെ ലാസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതിൽ മനോഹരമായി. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു എൻഡിങ് ആയിരുന്നില്ല, പക്ഷേ അത് അങ്ങനെ ആക്കിയെങ്കിലും ആദ്യം എനിക്കതൊരു ഇത് തോന്നിയെങ്കിലും പക്ഷേ സിനിമ അവസാനത്തോടു കൂടി എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ലൊരു സിനിമ ക്രിസ്റ്റോ ടോമി നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. നല്ല നല്ല ഒന്നാം തരം അഭിനയം ഉർവശി ചേച്ചിയും പാർവതിയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളൊഴുക്കി തന്നെയാണ് ഉള്ളൊഴുക്ക് മുന്നോട്ട് പോയിരിക്കുന്നത്. നല്ലൊരു ദൃശ്യാനുഭവം, നല്ല മഴയുടെ സൗണ്ടും മഴക്കാറും മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ, ഒരു ഇമോഷണൽ സിനിമ. ആസ്വദിച്ച് കാണുക എന്ന് പറയുമ്പോൾ അടിപൊളി രീതിയിലല്ല, എന്നാലും വളരെ എനിക്ക് മനസ്സ് നിറയുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഉള്ളൊഴുക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നമസ്കാരം.